ഇനി പോലീസുകാരൻ പ്രതിയായ കേസുമായി ബന്ധപ്പെട്ടാണ് കിളിമാനൂർ സ്വദേശി രാജനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ SHO അനിൽകുമാർ എന്ന മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ CI ഒളിവിൽ കഴിയുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടികൾ എടുത്താൽ മതിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഈ CI ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. അപ്പോൾ ജാമ്യാപേക്ഷ അത് തള്ളുകയാണെങ്കിലൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ പോലീസിൽ നിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്നറിയുന്നുണ്ട്. എപ്പോഴാണ് കേസ് പരിഗണിക്കുക? ഇന്ന് കേസ് പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ജെൽസി, ഇന്ന് ആറ്റിങ്ങൽ കോടതിയിലാണ് SHO മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക. ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷ നൽകുന്നത്. ബംഗളൂരുവിൽ നിന്ന് ഈ കേസിന്റെ ഭാഗമായി തിരിച്ചെത്തിയ SP ഈ SHOയെ തിരിച്ചു വിളിപ്പിച്ചിരുന്നു. അത്തരത്തിൽ തിരിച്ചെത്തിയ SHO SP-യുടെ ഓഫീസിലോ മറ്റ് പോലീസ് സ്റ്റേഷനിലോ ഒന്നും വിവരം അറിയിച്ചിട്ടില്ല. അദ്ദേഹം ഒളിവിലാണ്. ഇന്നലെ വകുപ്പുതല നടപടിയുടെ ഭാഗമായിട്ട് സസ്പെൻഷൻ ഒക്കെ നേരിട്ടിരുന്നു. അതിനുശേഷം ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ആറ്റിങ്ങൽ കോടതിയിൽ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇനി ഈ ഒരു ജാമ്യാപേക്ഷയിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ മറ്റ് നടപടികളിലേക്കൊക്കെ ഉദ്യോഗസ്ഥർ നീങ്ങുകയുള്ളൂ. ഇത്തരത്തിൽ കഴിഞ്ഞ 7-ാം തീയതിയാണ് രാജനെ കാൽനട യാത്രക്കാരനായ രാജനെ ഈ SHOയുടെ വാഹനം ഇടിക്കുകയും വാഹനം ഇടിച്ചതിന് ശേഷം അദ്ദേഹത്തെ നടു റോട്ടിൽ ഇത്തരത്തിൽ രക്തം വാർന്നൊഴുകുന്ന രീതിയിൽ നിർത്തിക്കൊണ്ട് തന്നെ SHO കടന്നു കളയുകയും ചെയ്തത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുറ്റം, അലക്ഷ്യമായ രീതിയിൽ ഒരാളുടെ ജീവൻ കളയുക, അത്തരത്തിലുള്ള കുറ്റമാണ് FIR-ൽ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് SHOയ്ക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള വകുപ്പുതല നടപടി ഇന്നലെ സ്വീകരിച്ചത്. എന്നാൽ അതിനുശേഷം SHO ഒളിവിൽ പോവുകയായിരുന്നു. ഇനി കൂടുതൽ നടപടികളിലേക്കൊക്കെ കടക്കണമെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ, ആറ്റിങ്ങൽ കോടതിയിൽ നൽകിയ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടാകും. ഇന്ന് ഇത് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിൽസി.